തെനാലിരാമൻ. മഹാകൗശലക്കാരനായ തെനാലിരാമൻ്റെയും കള്ളന്മാരുടെയും കഥയാണ് ഇന്നത്തേത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ സദസ്സിലെ കവിയും വിദൂഷകനുമായിരുന്നു തെനാലിരാമൻ. ഒരു നാൾ രാത്രിയിൽ അദ്ദേഹം അത്താഴം കഴിച്ച് തൻ്റെ വീട്ടുമുറ്റത്തുകൂടെ ഉലാത്തുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള വാഴത്തോട്ടത്തിൽ നിന്നും വീശുന്ന നേരിയ കാറ്റ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് കടന്നുപോയി. പെട്ടെന്നാണ് വാഴത്തോട്ടത്തിൽ നിന്നും എന്തോ ഒരനക്കം അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചു. ഏതെങ്കിലും വല്ല ജീവികളുമാകാം എന്നാണ് ആദ്യം കരുതിയത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ വാഴയുടെ പിന്നിൽ 2 കള്ളന്മാർ മറഞ്ഞിരിക്കുന്നു എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ അവരെ കണ്ടിട്ടും ഒട്ടും പരിഭ്രമിക്കാതെ സാവധാനം തെനാലി തൻ്റെ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. തങ്ങളുടെ വീടിന്റെ പുറത്ത് 2 കള്ളന്മാർ പതിയിരിക്കുന്നു എന്ന വിവരം ഭാര്യയെ സ്വകാര്യമായി പറഞ്ഞു ധരിപ്പിച്ചു. പിന്നീട് വളരെ ഉച്ചത്തിൽ പുറത്തുള്ള കള്ളന്മാർ കേൾക്കത്തക്ക വിധത്തിൽ ഭാര്യയോട് തെനാലി പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മോഷണം കൂടുതലാണത്രേ. കൊട്ടാരത്തിലെ ചർച്ചയും ഇതായിരുന്നു. എപ്പോഴാണ് കള്ളന്മാർ നമ്മുടെ വീട്ടിലും വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സമ്പാദ്യമായ സ്വർണവും പണവും എല്ലാം ഒരു പെട്ടിയിലാക്കി നമ്മുടെ കിണറ്റിലിടാം. അതാകുമ്പോൾ ആർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും കഴിയില്ല. ഇനി അഥവാ കള്ളന്മാർ നമ്മുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നാലും നമുക്ക് പേടിക്കാനുമില്ല. ഇതു കേട്ട ഭാര്യ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഒട്ടും വൈകിക്കണ്ട. ഞാൻ പോയി ഉടനെ ഒരു പെട്ടി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ തന്നെ എല്ലാം പെട്ടിയിലാക്കി കിണറ്റിലിടാം. ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ച കള്ളന്മാർക്ക് സന്തോഷമായി. ഇനി വീട്ടിൽ കടന്ന് പ്രയാസപ്പെട്ട് തപ്പിപ്പിടിക്കേണ്ട. സമ്പാദ്യമെല്ലാം നമുക്ക് തന്നെ കിട്ടും. അങ്ങനെ അവർ സന്തോഷത്തോടെ തെനാലിരാമൻ പെട്ടി കിണറ്റിലിടുന്നതും കാത്തുനിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തെനാലിരാമനും ഭാര്യയും പെട്ടിയുമായി പുറത്തു വന്നു. എന്നിട്ട് തെനാലിരാമൻ പറഞ്ഞു, പെട്ടിക്ക് നല്ല ഭാരമുണ്ട്. സൂക്ഷിച്ചു വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. നമ്മുടെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ഇതിലാണെന്ന ഓർമ്മ വേണം. ഇത്രയും പറഞ്ഞ് തെനാലിരാമനും ഭാര്യയും ചേർന്ന് വളരെ സൂക്ഷ്മതയോടെ ആ പെട്ടി കിണറ്റിലേക്കിട്ടു. ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ 2 പേരും വീടിനകത്ത് കയറി വാതിലടച്ചു. ഈ കാഴ്ചകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന കള്ളന്മാരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം ഇതിനകത്തുണ്ട്. ഇനിയുള്ള കാലം അധ്വാനിക്കാതെ സുഖിച്ച് ജീവിക്കാം. അങ്ങനെ തങ്ങളുടെ സുഖപൂരിതമായ ഭാവിയും സ്വപ്നം കണ്ട് അവർ തെനാലിരാമനും ഭാര്യയും ഉറങ്ങുന്നത് കാത്ത് വീടിന് പുറത്തിരുന്നു. സമയം കഴിഞ്ഞുപോയി. തെനാലിരാമനും ഭാര്യയും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കള്ളന്മാർ മെല്ലെ കിണറ്റിൻ കരയിലേക്ക് നടന്നു. കിണറ്റിൽ വെള്ളം അല്പം കൂടുതലാണ്. ഒന്നാമത്തെ കള്ളൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് ആദ്യം വെള്ളം വറ്റിക്കാം, എന്നിട്ടാവാം പെട്ടിയെടുക്കൽ. രണ്ടാമനും പറഞ്ഞു. തുടർന്ന് 2 ആളും കൂടി വെള്ളം കോരാൻ തുടങ്ങി. കിണറ്റിൽ നല്ല ഉറവയുള്ളത് കാരണം വെള്ളം അത്ര പെട്ടെന്നൊന്നും കുറഞ്ഞില്ല. പക്ഷേ വരാൻ പോകുന്ന ഭാഗ്യമോർത്ത് അവർ അതിൽ നിന്നും പിന്മാറാനും തയ്യാറായിരുന്നില്ല. ഏറെക്കുറെ നേരം പുലരാറായപ്പോഴേക്കും കിണറ്റിലെ വെള്ളം അല്പാൽപമായി കുറഞ്ഞു തുടങ്ങി. പിന്നെ അവർ കാത്തു നിൽക്കാൻ തയ്യാറായില്ല. ഒരുവൻ കിണറ്റിലേക്കിറങ്ങി പെട്ടിയുമായി പുറത്തേക്ക് വന്നു. ഹോ, എന്തൊരു ഭാരമാണ് ഈ പെട്ടിക്ക്. കുറേ വെള്ളം കോരി കഷ്ടപ്പെട്ടാൽ എന്താ? ഇനിയുള്ള കാലം നമുക്ക് സുഖമായി ജീവിക്കാം. തൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവൻ കിണറ്റിലിടാൻ തോന്നിയ തെനാലിരാമൻ ഒരു മഹാമണ്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കള്ളന്മാർ 2 പേരും പതുക്കെ കുലുങ്ങിച്ചിരിച്ചു. ധൃതിയിൽ പൂട്ടുപൊളിച്ച് പെട്ടി തുറന്നതും അവർ ഞെട്ടിപ്പോയി. പെട്ടിക്കകത്ത് നിറയെ സ്വർണവും പണവും പ്രതീക്ഷിച്ച അവർ അതിനുള്ളിൽ കണ്ടത് വലിയ പാറക്കഷ്ണങ്ങളായിരുന്നു. വളരെ തന്ത്രപൂർവം തങ്ങളെ തെനാലിരാമൻ കബളിപ്പിക്കുകയായിരുന്നു എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നിരാശയോടെ അവർ അവിടെ നിന്നും മടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്നൊരു വിളി. അവർ തിരിഞ്ഞു നോക്കി. അതാ നിൽക്കുന്നു തങ്ങളെ കബളിപ്പിച്ച സാക്ഷാൽ തെനാലിരാമൻ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കള്ളന്മാർ പരുങ്ങി. അപ്പോൾ തെനാലിരാമൻ കള്ളന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരുപാട് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ഈ വാഴത്തോട്ടം ഒന്ന് നനയ്ക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എൻ്റെ തിരക്കുകൾ മൂലം അതിനിതേവരെ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ 2 പേരും ഒരു പ്രതിഫലേച്ഛയും കൂടാതെ എന്നെ സഹായിച്ചു. എൻ്റെ തോട്ടം മുഴുവൻ നനച്ചു തന്നു. നിങ്ങൾക്കൊരുപാട് നന്ദി. എന്തു മറുപടി പറയണമെന്നറിയാതെ ഇളിഭ്യരായ കള്ളന്മാർ അവിടെ നിന്നും ഓടിപ്പോയി.